എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സുരേന്ദ്രനാണ്. നമ്മളെല്ലാവരും 4 മണി പലഹാരത്തിൻ്റെ കൂടെയും അല്ലാതെയും കഴിക്കുന്നൊരു വിഭവമാണ് നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ്. അതിന് നമ്മൾക്ക് വേണ്ടത്, നമ്മളെല്ലാം ചിക്കൻ എടുക്കുന്ന സമയത്ത് ഒരു 4-5 പീസ് എല്ലില്ലാത്ത പീസ് മാറ്റി വെച്ചാൽ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ് ചിക്കൻ കട്ട്ലറ്റ്. ആ ചിക്കൻ കട്ട്ലറ്റ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് പരിപാടികളൊക്കെ എങ്ങനെയാണെന്നൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നമ്മൾക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചിക്കൻ തന്നെയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ചിക്കനാണ്. നമുക്കിതിന് കുക്ക് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, നമ്മളിത് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കണം. കുറച്ച് കുരുമുളക്, ആവശ്യത്തിന് കുറച്ച് കുരുമുളക്, അതായത് 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി ഇതിനെ നന്നായിട്ട് കുഴച്ച് നമ്മൾക്ക് ഇതിനെ വേവിച്ചെടുക്കണം. ഇത് കറക്റ്റ് നന്നായിട്ട്, അതായത് നല്ല വേവായിട്ട് കിട്ടണം. നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. ഇതിന് അതിലത്തെ മൊത്തം വെള്ളവും വറ്റിപ്പോകണം. അതും മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കണം. ഇനി അടുത്തതായിട്ട് 2 മീഡിയം പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എത്ര 250 ഗ്രാം ചിക്കൻ എടുത്താൽ 250 ഗ്രാം പൊട്ടറ്റോ, അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഞാനൊരു ആവറേജ് 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, തൊലിയെല്ലാം കളഞ്ഞ്. ഇനി നമുക്കിതിനെ നന്നായി വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതിനെ സ്മാഷ് ചെയ്യണം. അപ്പോൾ നമുക്കിതിന് നന്നായി വേവിച്ചെടുക്കാം. ഇനി കട്ട്ലറ്റ് മിക്സ് തയ്യാറാക്കാം. അതിന് അടുപ്പിലൊരു പാൻ വെച്ച് ഒരു 2 സ്പൂണ് ഓർളം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി അതേപോലെ ഇട്ട് കൊടുക്കുക. 1 പച്ചമുളക് ലൈറ്റായിട്ട് ഒന്ന് എരിവിനിട്ട് കൊടുക്കുക. പച്ചമണം പോകുന്നവരെ നിൽക്കുക. നമുക്കിനി ഇതിലേക്ക് ഫൈൻ ചോപ്പ് ചെയ്ത വലിയുള്ളി, ഇതിൽ 1 വലിയുള്ളി ചേർത്തിട്ടുണ്ട്. ഒന്ന് ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് ഇളക്കുക. ഏകദേശം ഒരു 1/2 പാകമാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്. നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മിക്സി ജാറിൽ യൂസ് ചെയ്ത് നമുക്കിത് ക്രഷ് ചെയ്യാവുന്നതാണ്. ഇളക്കി കൊടുക്കുക. ഇതിൽ സ്മാഷ് ചെയ്ത പൊട്ടറ്റോ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് നമ്മൾക്ക് കൈ കൊണ്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ചൂട് ആറിയതിന് ശേഷം നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചതാണ്. ഷേപ്പ് ആക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു മുട്ട ഫുള്ളായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചത്, പിന്നെ അതേപോലെ കുറച്ച് ബ്രെഡ് ക്രംസും. ഇതാണ് നമുക്കിനി ആവശ്യമുള്ളത്. ബ്രെഡ് ക്രംസ് ഇല്ലയെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ബ്രെഡ് ഉണ്ടെങ്കിൽ ഇന്ന് ടോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചാലും മതി. റസ്ക് അങ്ങനെയുള്ള ഐറ്റംസ് പൊടിച്ചാലും ഇത് മതി. മുട്ട ഇല്ല വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ മാവ് ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ജസ്റ്റ് മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് നമുക്ക് ഓയിൽ ചെയ്താലും ഡീപ്പ് ഫ്രൈയോ ഷാലോ ഫ്രൈ ചെയ്താലും മതി. നമുക്കിനി ഇത് ഷേപ്പ് ആക്കണമെങ്കിൽ ചൂടെല്ലാം ആറിയതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ട് എടുത്ത് ഇങ്ങനെ ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടുക. നന്നായിട്ടൊന്നിങ്ങനെ ഉരുട്ടി പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഷേപ്പ് ആക്കുക. നമുക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇത് ഓരോന്നെടുത്ത് ജസ്റ്റ് എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. എഗ്ഗിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇത് ഡിപ്പ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇനി നമുക്കിതിനെ ഡീപ്പ് ഫ്രൈ ചെയ്യണം. അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ വേണമെങ്കിലും ചെയ്യാം, ഷാലോ ഫ്രൈ വേണമെങ്കിലും ചെയ്യാം. പാന് അടുപ്പത്ത് വയ്ക്കുക. അതിന് ആവശ്യമായ ഇത് എണ്ണ മുങ്ങാനുള്ള ആവശ്യമായ എണ്ണ ഒഴിക്കുക. ഒരുപാട് ചൂടും പാടില്ല, ഒരുപാട് ചൂട് കുറവും പാടില്ല. ഒരുപാട് ചൂടായി ഇതായി എന്ന് വെച്ചാൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളിതിനെ ഡീപ്പ് ഫ്രൈ ചെയ്യുക. ആക്ച്വലി ഇതെല്ലാം വെന്ത ഐറ്റംസ് ആണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രിസ്പ് ചെയ്ത് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്കതിനെ മാറ്റാം. ചിക്കൻ കട്ട്ലറ്റ് റെഡി ആയിരിക്കണം. നല്ല ചൂടോടെ ചിക്കൻ കട്ട്ലറ്റും ചായയും, അതായത് ചിക്കൻ കട്ട്ലറ്റും ടൊമാറ്റോ സോസിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അത് ഞാനിവിടെ ലിങ്ക് ഇടാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
അടിപൊളി സംഭവം സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് സംഭവം. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് തുടർന്ന് ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഞാൻ നിങ്ങളുടെ ഷിനു സുരേന്ദ്രൻ സൈനിങ് ഓഫ്. ബൈ.